കുറച്ച് ആൾക്കാരെടുത്ത് ഇതിൻ്റെ ഐതിഹ്യം പറഞ്ഞു തരുമോ എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഭയങ്കര എല്ലാവരും ഭയങ്കര ഡിമാൻഡുകാരാണെന്ന് തോന്നുന്നു കേട്ടോ. കണ്ണൂരുകാർ നമ്മളിപ്പോൾ കോഴിക്കോട്ടുകാരാണെങ്കിൽ പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഭയങ്കര ഡിമാൻഡുകാരാണെന്ന് തോന്നുന്നു കണ്ണൂരുള്ളവർ. ഒരു അപ്പുറത്തുള്ളവരോട് പറയും ഇപ്പുറത്തുള്ളവരോട് പറയും ഞങ്ങൾ കുറേ പറഞ്ഞതാ, ഇനി പറയേണ്ട ആവശ്യമില്ല, അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ പോട്ട്, അത് ഓരോരുത്തരുടെ മെൻറ്റാലിറ്റി, മൊത്തത്തിൽ പറഞ്ഞതല്ല, ഓരോരുത്തരുടെ മെൻറ്റാലിറ്റി നമുക്ക് നോക്കാം. അപ്പം ഞാൻ എന്താക്കി, ഞാൻ തന്നെ ഇരുന്ന് പഠിച്ചു. അതായത് മുത്തപ്പൻ എന്ന് പറയുന്നത് ശരിക്കും ശിവഭഗവാന്റെയും വിഷ്ണു ഭഗവാന്റെയും രണ്ട് അംശങ്ങളായിട്ടാണ് അറിയപ്പെടുന്നത്. അതായത് ഇപ്പോൾ മത്സ്യത്തിൻ്റെ ഇത് വാല് വരുന്ന കിരീടം വെച്ചത് വിഷ്ണു ഭഗവാന്, പിന്നെ ചന്ദ്രക്കല വരുന്ന കിരീടം വെച്ചത് ശിവഭഗവാനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത് ശരിക്കുള്ളൊരു ചരിത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള പണ്ടുള്ള രാജാവും അവരുടെ രാജാവിൻ്റെ ഭാര്യ ഭയങ്കര ശിവഭക്തയായിരുന്നു. അപ്പം പറ്റി ഭയങ്കരമായിട്ട് അവർക്ക് കുട്ടികളില്ല, രാജാവിനും ഈ ഇവരെ രാജ്ഞിക്കും കുട്ടികളില്ല ഇവിടുത്തെ. അപ്പോൾ എന്താക്കി ഇവർ കുറേ പ്രാർത്ഥനയും നേർച്ചയും കാഴ്ചയൊക്കെ വെച്ച് ഒരു രക്ഷയില്ല. എന്നിട്ട് അങ്ങനെ ഒരു ദിവസം രാജ്ഞി എന്ത് ചെയ്തു, കുളിക്കാൻ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് കുളക്കടവിൽ പുഴവക്കിൽ ഒരു കുട്ടീനെ ഒരു ഇതിൽ ടവലിൽ വെച്ചിരിക്കുന്ന കണ്ടു. അപ്പോൾ ടവലിൽ വെച്ചിരിക്കുന്ന കണ്ടപ്പോൾ ഇല്ലാത്തതാണല്ലോ, അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ പോയിട്ട് എടുത്തു വളർത്തി കുട്ടീനെ. അങ്ങനെ ഇവരെന്ത് ചെയ്തു, ഈ കുട്ടീനെ വളർത്താൻ തുടങ്ങി. കുട്ടി ഒരു പ്രായം എത്തിക്കഴിഞ്ഞപ്പോൾ അന്ന് ഈ നമ്പൂതിരി ഇല്ലങ്ങളിലെ കുട്ടികളെ പുറത്തേക്ക് കളിക്കാൻ വിടുക, അല്ലെങ്കിൽ മറ്റ് ഇതായിട്ടുള്ള ഇടപഴകുക, അങ്ങനത്തെ അന്ധകാലമല്ലേ. ആ ഒരു കാലത്ത് അങ്ങനെ ഇതൊരു കോമൺ ആയിട്ടുള്ളൊരു സിനാരിയോ അല്ല. ബാക്കിയുള്ളവരുടെ അടുത്ത് ഇങ്ങനെ പോയിട്ട് ഇടപഴകുക, അതായത് ബാക്കിയുള്ളവർ ഇൻ ദ സെൻസ് അന്ന് മറ്റേ ഈ ജാതിൻ്റെ പ്രശ്നങ്ങളൊക്കെ കത്തി നിൽക്കുന്ന സമയമാണല്ലോ. അപ്പോൾ ആ സമയത്ത് ബാക്കിയുള്ളവരുടെ അടുത്ത് ഇങ്ങനെ പോയിട്ട് ഇടപെടുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇതാണ്. അങ്ങനെ എന്താണ് ഇവർ ബാക്കിയുള്ള ഈ സമുദായക്കാരായിട്ട് ഇടപഴകുന്ന അത്ര ശരിയുള്ള കാര്യമില്ലാന്ന് അന്നൊരു ചിന്താഗതി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചിന്താഗതി ഉള്ളതിനെ കൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇപ്പോൾ അതൊന്നും അറിയില്ലല്ലോ. മുത്തപ്പൻ കുട്ടിയായിരുന്ന സമയത്ത് എന്താക്കി, ഈ അവിടെയുള്ള ഇതുമാതിരിയുള്ള വേറെ ഇതിലുള്ള ആൾക്കാരുടെ അടുത്ത്, വേറെ കാശിലുള്ള ആൾക്കാരുടെ അടുത്ത് പോയിട്ട് ഇടപഴകും, കളിക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു. ആ ചെയ്യുന്ന സമയത്ത് ഇതൊന്നും ആർക്കും ഇഷ്ടമായില്ല, ഈ രാജാവിനും രാജ്ഞിക്കും ഇഷ്ടമായില്ല. അപ്പം ഇവരെന്ത് ചെയ്തു, ഇവർ കുറേ ഇതാക്കി പറഞ്ഞ് മടുത്തപ്പോൾ ഒരു ദിവസം മുത്തപ്പനെ വഴക്ക് പറഞ്ഞു. അങ്ങനെ അത് ഒരു ദിവസം ഇത് ഭയങ്കര വലിയ പ്രശ്നമായതിൻ്റെ ശേഷം എന്താക്കി, ഇവർ ഇത് തർക്കം മൂർച്ഛിച്ച സമയത്ത് മുത്തപ്പൻ എന്താക്കി, വിശ്വരൂപം കാണിച്ചപ്പോഴാണ് രാജാവിനും രാജ്ഞിക്കും എന്ത് മനസ്സിലായത്, ഇതൊരു സാധാരണ ബാലനല്ല, ഇത് ദൈവമാണ്. ഓക്കെ, അപ്പം എന്തായി, അപ്പം തന്നെ രാജാവും രാജ്ഞിയും മുത്തപ്പൻ്റെ കാലിൽ വീഴും. അങ്ങനെ ആ ഒരു രാജകൊട്ടാരം ഇരുന്നിരുന്ന സ്ഥലം ഒരു ഇതും കാവും. പിന്നെ അവിടുത്തെ അവതാര ലക്ഷ്യങ്ങളൊക്കെ പൂർത്തിയാക്കിയതിൻ്റെ ശേഷം മുത്തപ്പൻ അമ്പ ചെയ്തിട്ട് വന്ന് പതിച്ചത് ഈ നമ്മളെ ബാക്കിൽ കാണുന്ന ഈ കടവിലാണെന്നാണ് ഐതിഹ്യം. അപ്പോൾ ആ അമ്പ് ഇപ്പോഴും ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ വന്ന് പതിച്ച സ്ഥലം. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഞാൻ ഉപവിഷ്ടനാവും എന്നുള്ള രീതിയിൽ വന്നിട്ട് പിന്നെയാണ് മുത്തപ്പൻ ഇവിടേക്ക്, അതായത് പറശ്ശിനിക്കടവ് മുത്തപ്പൻ കാവിലേക്ക് പ്രതിഷ്ഠ, അതായത് ഇരിക്കാൻ വന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇത്. എന്താ ഏതാണെന്ന് എനിക്ക് അറിയില്ല, ആരും എൻ്റെ അടുത്ത് കൊടുക്കരുത്, കാരണം ഇതൊക്കെ ഗൂഗിൾ നോക്കി പഠിച്ചതാണ്, എന്നിട്ടിപ്പോൾ പറഞ്ഞു തരാണ്. പിന്നെ അതിൻ്റേതായിട്ടുള്ള ചിലപ്പോൾ തെറ്റുകുറ്റങ്ങൾ ആരെങ്കിലും എഡിറ്റ് ചെയ്ത് വിക്കിപീഡിയയിൽ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും, ആരും എന്നെ എടുത്ത് കൊടുക്കരുത്, പ്രത്യേകിച്ച് കണ്ണൂരുകാർ. ഓക്കെ, അപ്പം ഇത്രയാണ് മുത്തപ്പൻ്റെ ഐതിഹ്യം.